ഗൈസ്, അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടാൻ സമയം കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ദേവുവിന് പോണ്ട ഇതൊക്കെ ആയിട്ട് അവളെ കൊണ്ടുവിടാൻ പോയിക്കായിരുന്നു. അത് പിന്നെ അവളിപ്പോഴാണ് വന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമായി, ക്രിസ്മസൊക്കെ ആവാനായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണമെന്ന് പറയുന്നു. അപ്പോൾ ടാറ്റാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് വടക്കനാട് പോവാണ്. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ തലേദിവസമാണ് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോയല്ലോ. ഇന്ന് അവിടെയാണ് അത്തൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ വണ്ടി കയറ്റാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്. ഫുള്ള് സാധനങ്ങൾ കയറ്റുവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മാവേലിനൊക്കെ കണ്ടോ. കള്ള മാവിന് സൂത്രമുണ്ട്. പാല് പിടിച്ചോണ്ട് പായസം വെക്കാനുള്ള പാലാണ് എന്റെ കിച്ചനോ കിച്ചനല്ലേ നീ നോണല്ലേ ഗൈസ്. അപ്പോൾ അഭിച്ചേട്ടേ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ കുറേ പൂ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൂ ഇടുന്നതിലോട്ട് പോയാലോ. പിന്നെ ഞങ്ങൾ അകിച്ചേട്ടൻ ഞങ്ങൾ കല്യാണക്കാടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കവറായിട്ട് അടിച്ച്. പിന്നെ ബാക്കി വന്ന കുറച്ച് മുട്ടായി ഞങ്ങളെടുത്ത് വണ്ടിയിൽ വെച്ചു. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അറിയാവുന്ന എടുത്തൊക്കെ തിന്നാൻ. അപ്പോൾ നമുക്കിനി പൂവിൻ്റെ വിശേഷത്തിലോട്ട് പോയാലോ. ഗൈസ്, ചേട്ടൻ അവിടുത്തെ ചോക്ക് ഫുള്ളും വാങ്ങിക്കൊണ്ട് വന്നു ഗൈസ്. ഒരു അത്തം വരയ്ക്കേ. പിന്നെ കത്തി വാങ്ങി. പിന്നെ കുറച്ച് ബൈ ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങളൊക്കെ പൂവരിയിൽ തുടങ്ങി കേട്ടോ. അച്ചച്ചനൊക്കെ പൂവരിഞ്ഞു. ബിജാച്ചൻ, അഭിച്ചേട്ടൻ, ഇച്ചു, ഞാൻ, അച്ച എല്ലാവരും പൂവരിയാണ്. പിന്നെ അടുക്കളയിൽ ഒരു സദ്യേൻ്റെ ഒരുക്കത്തിലാട്ടോ. അവരൊക്കെ വർത്താനം പറഞ്ഞ് എല്ലാവരെയാണ്. പിന്നെ അഭിച്ചേട്ടയും ദേവും ഇവിടെ പൂക്കളം വരയ്ക്കും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ലൈന്. പിന്നെ അവർ പായസമൊക്കെ ഉണ്ടാക്കി. പായസം ഒന്നും എൻ്റെ കയ്യിൽ പൂവരിയുമ്പോൾ മുറിയാണ്ടിരിക്കുകയാണ് ഞാൻ ഇട്ട് നോക്കി കേട്ടോ. പായസത്തിന് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അടിപൊളി പായസമൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പരിപാടി തരുന്നു. റോസ കഴിഞ്ഞു. ഇത് ആക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ പൂക്കളൊക്കെ വരച്ചിട്ടുണ്ട്. ചേട്ടി അത് ഷേപ്പ് ഇല്ലാത്തതിനൊക്കെ ഇപ്പോൾ ഷേപ്പാക്കി കൊടുക്കും കേട്ടോ. ഗൈസ്, ഇപ്പോൾ പൂവരി ഞാൻ ഒറ്റയ്ക്കായി. എല്ലാവരും അത്തപ്പൂക്കളം വരയ്ക്കാൻ വേണ്ടി പോയി. പിന്നെ അഭിച്ചേട്ടി പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടേ. ഗൈസ്, പൂക്കളൊക്കെ പിത്രായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ അപ്പത്തിന് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഏത് മൂട്ട് പൂക്കളം മൂട് എന്ത് വൈബ്, അമ്മായി വൈബ്. അപ്പം നമുക്ക് ഇനി പുറത്തോട്ട് പോയി കശ്മീരുടെ അത്തക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അത്തക്കളൊക്കെ ഇട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അത്തക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. നിങ്ങളൊക്കെ എന്തായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി അവരോട് കൂടിയാലോ. ചേട്ടയ്ക്കിടെ പൂക്കളം ലാസ്റ്റ് റൗണ്ട് ഇടുവാണേ. അപ്പോൾ ഇത് ഞാൻ റിലീസാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇത് അത്തപ്പൂക്കളിട്ടതിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം. എല്ലാം ഇട്ടു. ചോറ് കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ എനിക്ക് നെയ്ച്ചോറാണ്. ഇത് കഴിഞ്ഞിട്ടാണ് സദ്യ. ഒരു പപ്പടോട് പപ്പടം വന്നു. ഇതിട്ട് ഭക്ഷണം നിൽക്കാൻ ഇത് കാണാം. ചിക്കൻ
ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ താഴത്തെ വീട്ടിലെ കൊച്ചിൻ്റെ നൂലുകെട്ടാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ പാക്ക് ആക്കിയോന്ന് അറിയില്ല, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആണ് ഓണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്മ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? പോണൊഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. എനിക്ക് വേണം. ഏതാ വേണ്ട? റാസ്ബെറിയോ അത് മാംഗോയോ? ഏതാ വേണ്ട? ഗൈസ് ഒരു പൊടതി ഇതിന്റെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഐസ്ക്രീം നിന്ന് നടക്കുക. ഗൈസ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളപ്പോ തിരിച്ച് വണ്ടി കയറിയിട്ട് ഞങ്ങള് കബനിപ്പുഴയിലോട്ട് പോവാണ് ഗൈസ്. അപ്പോ പോയാലോ? ആ വണ്ടി തിരിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ദിവ്യാമിയും കണ്ണനും കയറിയേ. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. നിക്ക് എന്നാലും ചെരുപ്പിടാൻ പറ്റില്ല. കണ്ണിന്റെ ചെരുപ്പ് അപ്പൊ നമുക്ക് ഇനി ബോട്ടിംഗ് ഉണ്ടോ? ബോട്ടിങ് ചിലപ്പോൾ കയറും. കണ്ണന്റെ ചെരുപ്പ് കയറി കരഞ്ഞോ? അപ്പൊ നമുക്കിനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി താഴോട്ട് പോയി നോക്കാം. ഇതിപ്പോ നമ്മള് പുഴയിലോട്ടാട്ട് ഇനി പോവാൻ. എനിക്ക് ഭയങ്കര ഒഴുക്ക് നോക്ക്. ഞാനില്ല, ഭയങ്കര ഒഴുക്ക്. അന്ന് ഇത്ര ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഒഴുക്കാട്ടോ ഉള്ളതിന്. ഗൈസ് അതാണ് കർണാടക. ഇവിടെ നമ്മുടെ സ്ഥലമാണ് ഗൈസ്. അവർ അങ്ങോട്ട് പോയാൽ കർണാടക, പക്ഷെ ഞങ്ങൾ പോകില്ല. അവിടെ ഫുള്ള് ഭയങ്കര വെള്ളത്തിനൊക്കെ ഒഴുക്കായതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. അപ്പോൾ നമുക്കിനി നേരെ വണ്ടിയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോടിലോട്ട് വന്നു. ഞാൻ ഇന്നലെ പുൽപ്പള്ളിയിലോട്ട് പോയി. അതുകൊണ്ട് നേരെ അടുത്ത ദിവസം ഞങ്ങൾ കോഴിക്കോടിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ നമുക്കിവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെട്ടാലോ? ഗൈസ് അവൾ ഇവിടുത്തെ അല്ലാന്ന് പറഞ്ഞ് മുങ്ങി. യേശു ഈ സാധനം എന്നെ കയറി വന്നപാടെ എന്നെ കുത്തി. പക്ഷെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടേ. ഇതാണ് ആദ്യത്തെ ഒരു വീട്. അന്ന് താമരേനെ ഞാൻ അട്ടനെ ഒരു കാട്ടിയപ്പോൾ താമര എന്ന് പറഞ്ഞില്ലേ, അത് കണ്ടപ്പോൾ താമരയ്ക്ക് ഫീൽ ചെയ്ത്. നമുക്കപ്പോൾ താമരയെ തന്നെ ആദ്യം പോയി കണ്ടിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് താമരേനെ കാണാം. കണ്ണോ? ആ ഓക്കെ കഴിച്ചോ. ഇവിടെ താമര ഉണ്ടോ? ഇനി അടുത്ത ആളും കൂടെ നോക്ക്. ചാനലിൽ ഞങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. ഒന്നും കൂടെ മാവേലിയാണ്ട് ഇരിക്കുന്നത്. ഫോട്ടോ ഇല്ലേ? ആ ഞാൻ ഫോട്ടോ ഇട്ടേക്കാട്ടോ ലാസ്റ്റ്. അടുത്ത പ്രാവശ്യം മാവേലിയാണ് ഈ ഇരിക്കുന്നത്. അടുത്ത പ്രാവശ്യം എവിടെങ്കിലും മാവേലിക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, തന്നുവിടാം. അപ്പൊ നമുക്ക് തിന്നാൻ വേണ്ടി സാധനം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ചായ വിട്ടിട്ടാണ് ചായ വിടി എന്തെങ്കിലും പറ. ക്യാമറേന്റെ മുമ്പിൽ ഒന്നും പറയാണ്ട് ക്യാമറ മാറ്റുമ്പോ എല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണിത്.
ഹെൽമെറ്റെക്കാട്ടും മുമ്പ് നോക്കാം. ട്രസ്റ്റ് ഡ്രൈവർ എടുത്തിട്ട് വരാം കുറച്ച് നേരം. എന്റെ റേസ് ചെയ്യുക. വേണ്ട എടി ഞാൻ ഗിയർ മാറ്റിട്ട് നീ വീഴും. ഞാൻ ഇത്ര ആ ഒച്ചയായിട്ട് എന്താ അറിയോ എന്റെ കാലിന്ന് സാധനം ഞാൻ കണ്ണനപ്പോൾ അവിടെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ അതിൽ കൂടെ ഓടി നടന്നൊക്കെ കളിക്കുകയാണ്. പിന്നെ അച്ചുവിൻ്റെ മടി കയറി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ചു അവിടെ ഒന്ന് ഇരുന്നപ്പോഴേക്ക് ആ കസേര പൊട്ടിപ്പോയി ഗൈസ്. എന്താ അല്ലേ അച്ചു ഇരുന്നു ആ കസേര ഗൈസ്. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, എനിക്കിവിടെ എത്തിയ വളരെ സന്തോഷ വാർത്ത കിട്ടി ഗൈസ്. ഒരു സൈക്കിള് ഇവിടെ എനിക്ക് കച്ചവടമായി ഫ്രീ ആയിട്ട്. എൻ്റെ മാമൻ്റെ സൈക്കിളാണ്, എനിക്കത് വെറുതെ ഞാൻ കാട്ടി തരാം. സൈക്കിൾ റിഫ്ലക്ഷൻ ഇതാണ് ഈ സൈക്കിള്. എങ്ങനെയുണ്ട്? 10 ഗിയർ. ഇതിന് നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് ഇത് വെക്കാം. എൻ്റെ പ്ലാനായിട്ട് നടക്കാറില്ല. ഇവിടെ ഇല്ല ഈ സാധനത്തിൻ്റെ നമുക്ക് ഈ അടിയിൽ ഓട്ടോമാറ്റിക് വെക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതിനി ഗിയർ കമ്പനി കാണുന്നില്ല, അപ്പോൾ ഞാൻ അറിഞ്ഞുള്ളൂ കേട്ടോ ഗൈസ്. എനിക്കിതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ഫ്രീ കിട്ടി. എന്തൊക്കെയാണ് ഞാൻ കാട്ടിത്തരാം. ഈ ഹെൽമെറ്റ് എനിക്ക് ഇതിലൂടെ ഫ്രീ കിട്ടിയതാണേ ഗൈസ്. ഈ ഹെൽമെറ്റിൻ്റെ വില ഗസ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അപ്പുറം വീട്ടിലോട്ട് തന്നെ പോവാം. ഇതാ ഗൈസ്, എനിക്കിതും ഇതിലൂടെ ഫ്രീ കിട്ടുന്നതാണ്. പിന്നെ ഈ സൈക്കിളിന് ഫ്രീ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെ സൈക്കിളിൻ്റെ വിലയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഒന്നും തരുന്നില്ല. അപ്പോൾ ആ സൈക്കിളിൻ്റെയും ഹെൽമെറ്റിൻ്റെ വില നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അകത്തോട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് പോയി നോക്കാം. ഗൈസ്, കണ്ണൻ ഇവിടെ കളിയിലാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഓണമൊക്കെ എന്തായി ഗൈസ്? സൈക്കിളപ്പോൾ എനിക്ക് സൈക്കിൾ കിട്ടി. ഞാൻ സൈക്കിൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് സൈക്കിള്. ഇലക്ട്രിക് വേണ്ടതില്ല, ഗിയർ കിട്ടിയില്ലേ, അത് മതി നമുക്ക്. അപ്പോൾ നീ ഫുഡ് കഴിക്കുന്നത് കാണാം. ബൈ ബൈ. കുപ്പി നോക്കിട്ടേ, കുപ്പി നോക്കട്ടെ. അയ്യോ, 6 രൂപ അന്നെന്റെയാ അവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ അപ്പൊ രാത്രിയായി, ഫുഡൊക്കെ വന്നു. പൊറോട്ട ഉണ്ട്, പത്തിരി ഉണ്ട് ഗൈസ്. പത്തിരി, ചിക്കൻ കറി. കണ്ണൊരു ഉമ്മ, കണ്ണ ഒരു ഉമ്മ ഒന്ന് കൊടുത്താ. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ വന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ പുതിയ സൈക്കിൾ ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ആലോചിക്കുന്നത്. ഇന്ന് കൊണ്ടുപോകുന്നു അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ നാളെ ഇരിക്കുമ്പോൾ നാളെയും കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്കൊരു ഉമ്മ, അവർക്കൊരു ഉമ്മ കൊടുക്ക്. അവർക്കല്ല, ഇങ്ങോട്ട് വാ. ഈ ക്യാമറയ്ക്ക് ഒരു ഉമ്മ കൊടുക്ക്. കാരണം നിങ്ങൾക്കാട്ട് ഇപ്പൊ ഉമ്മ വന്നത്. അപ്പൊ ഇനി പിന്നെ കാണാം. ടാറ്റാ. കണ്ണടിച്ചിട്ട് എന്നെ പരാതി പറയാൻ പോയേക്കുവാണേ.
അവരും ഇഷ്ടമത്. കണ്ണൻ കരഞ്ഞപ്പോൾ അവിടെ കവുങ്ങില് ഒരു വെള്ളപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കാട്ടിയിട്ട് കുരങ്ങനാന്ന് പറഞ്ഞ് മാമി ഫോട്ടോ എടുത്ത് കാട്ടി പറ്റിക്കുകയാണ്. ഞങ്ങൾ ചുരത്തിന്ന് ഒരു കുരങ്ങനെ കണ്ടു. അപ്പോൾ അത് അവന് കുരങ്ങനാന്ന് പറഞ്ഞ് അവനെ കാട്ടി പറ്റിക്കോട്ടെ. ഞാനവിടെ സൈക്കിൾ ഓടിച്ച് നടക്കുവാണേ. അതാണ് കുരങ്ങ്. അതാണ് തെങ്ങിന് വെള്ള നിറം ഇറങ്ങി നിൽക്കും ഇവിടെ. അതാ കുരങ്ങ്. കുരങ്ങോ ആ വെള്ളക്കളർ കിട്ടോ അവിടെ ഫ്ലാഷ് അടിച്ചെടുത്ത ഞങ്ങള് എവിടെ കാട്ടിക്ക് എല്ലാരെയും കൊണ്ട് കാട്ട് അവിടെ ഫോട്ടോ കാട്ട്. കണ്ണ കണ്ണ ഇതെന്താ ഇതെന്താ ആ എന്താ കണ്ണ അതെന്താ കണ്ണ വണ്ടിയാ അതെന്താ അവിടെ എന്താ ഉള്ളേ? നിങ്ങൾ സൈക്കിൾ കണ്ടില്ലേ? ആ സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുകൊണ്ട് പാക്കിംഗ് ആണ് നടക്കുന്നത്. പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങള് ഇവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. എൻ്റെ സൈക്കിള് നാളെ വരുമായിരിക്കും. സൈക്കിള് നാളെ വരും. ഞാൻ പിന്നെ ഡിക്കിയിൽ ഹെൽമെറ്റ് താക്കൂല എല്ലാം കയറ്റി പിന്നെ പോണ വയ്ക്കണം. ഇപ്പോൾ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോന്നോണ്ടിരിക്കുകയാണ്. ഇനി കല്യാണത്തിന് തിരക്കാണ്. അപ്പം ഇനി കുറച്ചായിട്ട് കാണാം. എൻ്റെ ചേട്ടായിൻ്റെ കല്യാണം കേട്ടോ. ഗൈസ് ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കവലയിൽ ഓണാഘോഷ പരിപാടി നടക്കുമായിരുന്നേ. പിന്നെ മാവേലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം കാണണേ. മാവേലി തമ്പുരാനെ കയ്യടിയോടുകൂടി നമുക്ക് വരവേൽക്കാം. മാവേലി തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്ന മാവേലി തമ്പുരാനെ ഓണാശംസകളുമായി എത്തിയ നമ്മുടെ മാവേലി തമ്പുരാനെ കയ്യടിയോടുകൂടി വരവേൽക്കാം. ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് മാവേലി തമ്പുരാൻ പൊന്നുതമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു കയ്യടിയോടുകൂടി വരവേൽക്കാം. നവോദിന്റെ അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ.